കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അപകട കാരണം ബസിന്റെ അമിത വേഗത. അപകടത്തിൽ ഒരാൾ മരിക്കുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. മരണപ്പെട്ടത് കോഴിക്കോട് സ്വദേശി 31 വയസ്സുകാരൻ വൈഷ്ണവ്. ബസിൽ നിന്ന് തെറിച്ചു വീണ കോഴിക്കോട് പെരുവയൽ ചെറുകുളത്തൂർ പാറ സ്വദേശി 31 വയസ്സുകാരൻ മാവന്നൂർ പടിക്കൽ വൈഷ്ണവാണ് മരിച്ചത്. അപകടത്തിൽ വൈഷ്ണവിന്റെ സഹോദരൻ വൈശാഖിനും പരിക്കേറ്റിട്ടുണ്ട്. ടൈൽസ് ജോലിക്കാരനായ വൈഷ്ണവ് സഹോദരനൊപ്പം തൃശൂരിലേക്ക് പോവുകയായിരുന്നു. അതിനിടയിലാണ് അപകടം സംഭവിച്ചത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. അപകടത്തിന്റെ വ്യാപ്തി വലുതാണെന്നാണ് സംഭവ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. ബസ്സിലുണ്ടായ 26 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അപകടമുണ്ടായ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചുവെന്നും നാട്ടുകാരുടെ പെട്ടെന്നുള്ള ഇടപെടൽ കാരണം പരിക്കേറ്റവരെ കൃത്യസമയത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞെന്നും പോലീസ് അറിയിച്ചു. ഇറക്കത്തിലേക്ക് അമിത വേഗത്തിൽ വന്ന ബസ് ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. സംഭവ സമയത്ത് മഴ പെയ്തതും അപകടത്തിന് കാരണമായിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഇത് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് ഒരു അപകട മേഖലയായി മാറിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഈ റോഡ് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ഇറക്ക പ്രദേശമാണ്. ഈ ഇറക്കത്തിലൂടെ വരുന്ന റോഡ് പെട്ടെന്ന് കുറ്റിപ്പുറത്തെ പഴയ ഹൈവേ മേൽപ്പാലത്തിലേക്ക് കടക്കുമ്പോൾ 2 ലൈനായി മാറുകയാണ്. മുകളിലൊക്കെ 4ഉം 5ഉം ലൈനായിട്ട് സർവീസ് റോഡ് വരുമ്പോൾ പെട്ടെന്നുള്ള ഈ 2 ലൈൻ ഈ റോഡിലൂടെ യാത്ര ചെയ്ത് പരിചയമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള എൻട്രി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വരുന്ന ഓവർ സ്പീഡിൽ അല്ലെങ്കിൽ വേഗതയിൽ വരുന്ന വാഹനത്തിന് പെട്ടെന്ന് ബ്രേക്ക് ഇടേണ്ട സാഹചര്യം വരുന്നു. ആ വാഹനം തലകീഴായി മറിയുന്ന സാഹചര്യങ്ങളാണ് നിലവിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പല തവണയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള സംഭവം അതാണ്. മഴയുണ്ടായിരുന്നു, കുറച്ച് സ്പീഡും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എന്താ പറയുക, പിന്നെ അങ്ങോട്ട് ഒരു ഡിവൈഡറിന് തട്ടിയിട്ട് കണ്ട് ചെരിഞ്ഞ് മറിയുക ചെയ്ത്. ഫ്രണ്ടിലായിരുന്നു. മറിഞ്ഞ് അങ്ങോട്ട് ഞാൻ 3ാമത്തെ സീറ്റിലായിരുന്നു. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് VS ജോയ് MLA പ്രതികരിച്ചത്. നിരന്തരം അപകടം നടക്കുന്ന മേഖലയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയം നാഷണൽ ഹൈവേ അതോറിറ്റിയെ അറിയിക്കുമെന്നും സംഭവത്തിൽ ഉടൻ തന്നെ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം നടന്നത്. കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപത്ത് വച്ചായിരുന്നു സംഭവം. കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സായ ഡിഫൻഡറാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ പിൻഭാഗം പൊളിച്ചാണ് ആളുകളെ പുറത്തിറക്കിയത്. ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.